500 പേരെ ഇതെങ്ങനെ ചുരുക്കി വിളിച്ചാലും 600 കഴിയും. എങ്ങനെ അവസാനിക്കോ? അച്ഛാ, മന്മഥേട്ടൻ പറഞ്ഞേ കാറ് ബുക്ക് ചെയ്യാൻ പോകുമ്പോ ഏട്ടനെ കൂടെ വിളിക്കണമെന്ന്. കാറ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത്രയും നട്ടലില്ലാത്തൊരു തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇരുന്ന് ചിണങ്ങാതെ അകത്തോട്ട് പടിയും. എന്താന്നേ തുടങ്ങിയില്ല രണ്ടും കൂടി വാർത്താനം പറയിപ്പിക്കാന്നുണ്ട്. എന്താ ശീതളായിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? അവൾക്ക് കാറുണ്ടാക്കി കൊടുക്കണോന്ന്. കാറ് എന്റെ ദൈവമേ, കല്യാണം ആലോചിച്ചപ്പോ തുടങ്ങിയതാ പ്രാക്കും നേർച്ചേ. എങ്ങനെ പ്രാകാതിരിക്കൂടി? ഒരു നേരെ ചൊവ്വുള്ള ഒരു ബന്ധം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഒരു കുറച്ച് സമയം എനിക്ക് തന്നിരുന്നെങ്കിൽ. അതിന് മുമ്പേ പോയി കൊളത്തില്ലേ? എന്നാ എന്തായാലും പോയി കേറി ഇത്തിരി വകതിരിവുള്ള ഏതെങ്കിലും ഒരുത്തനെ. എങ്ങനെ തോന്നി എന്റെ പൊന്നു മോളെ നിനക്ക് ഈ കോന്തന്റെ പിന്നാലെ നടക്കാനായിട്ട്? അതെ, നിങ്ങളുടെ കയ്യിൽ കാശില്ലാന്ന് പറഞ്ഞ് കണ്ണിക്കണ്ട ചെറുക്കന്മാരെ കുറ്റം പറഞ്ഞാ പോരാ, എച്ചി കണക്കും പറഞ്ഞോണ്ട് ഇരിക്കുക അവിടെ. ആടി, ഞാൻ എച്ചി കണക്ക് പറയുന്നതാണ് ഇപ്പൊ പ്രശ്നം. ഒരു കാറ് ചോദിച്ചാണോ നിങ്ങൾ കിടന്ന് കേൾപ്പിക്കുന്നത് മുഴുവൻ? ഒരു കാറ് ചോദിച്ചായിരുന്നോ? ഉറച്ചിവിടുന്ന കാറല്ല. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ ഈ സ്ഥലവും പറമ്പും എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കണം? ഒരു മോളല്ലേ ഉള്ളൂ, അവൾ അന്തസ്സായിട്ട് അങ്ങ് കെട്ടിച്ചു വിട്ടാൽ എന്താ നിങ്ങക്ക് കുഴപ്പം? അയ്യടാ, ഇപ്പൊ ഈ ഒരു മോൾക്ക് വേണ്ടിട്ട് ഞാൻ സമ്പാദിച്ചു മുഴുവൻ അങ്ങോട്ട് വിറ്റ് പെറുക്കി കൊടുത്തിട്ട് ഞാൻ വല്ല ആത്മഹത്യം ചെയ്തോട്ടെ? പിന്നെ മക്കളെ കെട്ടിച്ചു വിടുന്നത് എല്ലാവരും ആത്മഹത്യയാണല്ലോ. നിങ്ങളെ പോലെയല്ലേ അപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ നായർ 3 പെൺമക്കളെ നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിട്ടല്ലോ. എങ്ങനെയാ ഇന്ന് ഇവിടെ കൂടി കെട്ടിച്ചു വിടാൻ പറയടി. അവിടെ തന്നെ ഗോപാലൻ നായരല്ല. അല്ല, നിന്റെ വർത്താനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നല്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഇറങ്ങിക്കോളും കുറെ മുട്ടായിരിക്കാനായിട്ട്. 2 കിടന്ന് മോങ്ങാതെ എനിക്ക് പൊയ്ക്കോ എന്റെ മുന്നിൽ നിന്നിട്ടാ. എടി, ഈ ബന്ധമായിട്ട് ഇവൻ വന്നപ്പോ ആദ്യം ഇവര് പറഞ്ഞെന്താ? ഇവര് വീട്ടുകാര് പറഞ്ഞെന്താ? ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കൈ നിറച്ച് ശ്രീധരം വേണോന്ന്. ശരി, അതും ആവട്ടെ. അതും കഴിഞ്ഞപ്പോ പറയണ അങ്ങനെ ഇങ്ങനെയൊന്നും കല്യാണം നടത്തരുതേ, ഞങ്ങൾക്ക് മാനക്കേടുണ്ടാക്കരുതേ. ഇപ്പൊ അതിന്റെ കണക്കും കൂട്ടിയിരിക്കാ ഞാൻ. ഇനിയിപ്പോ കാറുണ്ടാക്കി കൊണ്ടുവന്നിരിക്കണം എന്റെ. എനിക്ക് ഇപ്പോഴാ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലായത്. നിങ്ങൾ ഈ പെങ്കൊച്ചിനെ ദാനത്തിന് കെട്ടിച്ചു വിടാൻ വേണ്ടി ഇരിക്കായിരുന്നല്ലേ? അങ്ങനെ വല്ല ധർമ്മ കല്യാണം നടത്താൻ ഉദ്ദേശിക്കും. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചോ. തള്ളനെ കൂടി വിളിച്ചോണ്ടായി. എന്നിട്ട് ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ ഒറ്റ കിടന്ന് സുഖിക്കാൻ. ശീതളേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പുറത്ത് ഗോപാലൻ നായർ നടത്തിയതിന്റെ ഇരട്ടി ഭംഗിയായിട്ട് നമ്മുടെ മോളുടെ കല്യാണം നടത്തണം. കല്യാണം ഒന്നേ ഉള്ളൂ. അങ്ങനെ വരട്ടെ, നിനക്ക് നാട്ടുകാരെ കല്യാണം കാണിക്കണം. അതെ എടി, അയാള് ഗൾഫുകാരനാ. അയാള് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണം അയാളുടെ കയ്യിലുണ്ട്. ഞാനോ? നിങ്ങളെ ഞാനിവിടെ കെട്ടിയിട്ടേക്കായിരുന്നു ഗൾഫിൽ പോകാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ എന്നെ ഗൾഫിൽ വിട്ട് നീ ഇവിടെ കിടന്ന് സൂഹിക്കണ്ട. സൂഹിക്കണ്ടെങ്കിൽ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കല്യാണം എങ്ങനെയാണെങ്കിലും ആർഭാടായിട്ട് നടത്തണം. അതിനെന്താ വഴിന്ന് വെച്ചാൽ കണ്ടോ, നീ വന്നതി അവിടെ ഇരുന്നാ ഈ എന്റെ ദൈവമേ, 2-3 പെമ്മക്കളുള്ള തന്താരി എങ്ങനെ ജീവിച്ചിരിക്കണമെന്നാ ഞാൻ ആലോചിക്കണം. അതെ അതെ അതെ, ഞാൻ പറയണത് നിങ്ങൾ കേൾക്കി. നിങ്ങൾ പൈസ മാത്രം ഉണ്ടാക്കിയാൽ മതി, വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. കല്യാണം ഞാൻ ഭംഗിയായിട്ട് നടത്തി തരും. ഞാനല്ലേ വെഡിങ് പ്ലാനർ. പിന്നെന്താണ്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഇതാണ് ഞാൻ പറഞ്ഞ ശീതൾ. ഇദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം ഉണ്ട്. ഒന്ന് സാറ് വേണ്ട രീതിയിൽ ഒന്ന് ചെയ്തു. പിന്നെന്താ, ഇരിക്കേണ്ട. നമസ്കാരം. നമസ്കാരം. അപ്പൊ പറയും സാറേ, ആരുടെയാണ് കല്യാണം? കല്യാണം എന്റെ മോളുടെ തന്നെയാണ്. അപ്പൊ അത് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ രാഘവേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നൊക്കെ അറിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്ര വലിയൊരു ബഡ്ജറ്റിലല്ല വന്നിട്ടുള്ളത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ വെഡിങ് പ്ലാനറാണ്. നമ്മുടെ ബഡ്ജറ്റ് എന്താ വെച്ചാൽ ആ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഈ കല്യാണം നടത്താം. അതേ വേണ്ടു അല്ലേ? അതാ വേണ്ടു. എങ്ങനെയുണ്ട് ചെക്കന്റെ വീട്ടുകാര്? ചെക്കന്റെ വീട്ടുകാരുടെ ആ ഒരു ലെവൽ അനുസരിച്ചിട്ടൊന്നും നമുക്ക് എന്തായാലും സാധിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതൊക്കെ അത്രയും വലിയൊരു ഹൈ ലെവലിലുള്ള രീതിയൊക്കെയാണ്. അതൊന്നും ഇപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പരിമിതിക്ക് അനുസരിച്ചുള്ളൊരു കല്യാണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടന് എത്ര കുട്ടികളാണ്? എനിക്കൊരു മോളാണ്. ഒരു മോളേ ഉള്ളൂ? മതിയല്ലോ. അയ്യോ, എന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ പിശുക്കാൻ നിൽക്കണത്? പിശുക്കല്ല അത്, നിങ്ങൾക്ക് അതിന്റെ കാര്യം മനസ്സിലാവാൻ. നിങ്ങളേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താണ് നിങ്ങളുടെ ബഡ്ജറ്റ്? അത് നിങ്ങൾ എന്നോട് പറയാ. അപ്പൊ ഞാനൊരു പ്ലാനിങ് അങ്ങോട്ട് വെക്കും. എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് മോളുടെ കല്യാണം നടത്താം. നമുക്ക് ഓഡിറ്റോറിയം വേണോ, ഷോപ്പിംഗ് മാള് വേണോ, ദ്വീപ് വേണോ, കടലിൽ വെച്ച് ഞാൻ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി മസ്റ്റാണ്, വീഡിയോഗ്രാഫി മസ്റ്റാണ്. ഇതൊന്നും ഒഴിച്ചുകൂടാനാവില്ല. ഇനി ഇതിനും പുറമെ
അതിഥികൾ വരുമ്പോ അവരെ സ്വീകരിക്കാൻ നമുക്ക് നല്ല പെൺകുട്ടികളെ നിർത്തണം. അയ്യ, അതിഥികളെ സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ കുടുംബക്കാരും ബന്ധുക്കളും ഉണ്ടല്ലോ, പിന്നെന്താ. ഈ കരിഞ്ഞുണങ്ങിയിട്ട് അന്നം കിട്ടാതെ കിടക്കണ ബന്ധുക്കളൊക്കെ പാടെ നിരത്ത് നിർത്തി കഴിഞ്ഞാലേ കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ഭ്രാന്ത് വരും. കല്യാണം എന്ന് പറഞ്ഞാൽ കേട്ടാ അതിനൊരു പ്രൗഢിയുണ്ട്, അങ്ങനെയുള്ള പ്രൗഢിയോട് കൂടി നടത്തണം. എന്നിട്ട് ഈ ആൾക്കാരെ കൊണ്ട് തന്നെ പറയിക്കണം ശീതള സാറിന്റെ മോളുടെ കല്യാണം ഗംഭീരായി എന്ന്. വേണ്ടേ? ഇല്ലെങ്കിൽ ഇവരെന്നെ പറയും നാളെ എന്ത് കല്യാണം, ഏതോ അടിയന്തരത്തിന് പോയിട്ട് ചോറിന് പോകുന്ന പോലെ ആയുള്ളൂ എന്ന്. അത് മോശമല്ലേ? ഇതിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കല്യാണം നടത്തണം വെച്ചാൽ ഏകദേശം എത്ര വരും? അത് ഇപ്പൊ ഇത് എല്ലാം കൂടെ വരുവാണെങ്കിൽ ഏകദേശം ഒരു 850 റുപ്യ ആവുകയെ. 90,000. 90,000 അല്ല, 9 ലക്ഷം. ഞാൻ എന്നാല് കുടുംബക്കാരായിട്ടൊന്ന് ആലോചിച്ചിട്ടേ. പിന്നെ ഏട്ടാ, നിങ്ങളുടെ മോളുടെ കല്യാണത്തിന്റെ കാര്യമാണിത്. ചെക്കന്റെ വീട്ടുകാർ നല്ല സാമ്പത്തിക ശേഷിയുള്ളതാണെന്നല്ലേ പറഞ്ഞു നിങ്ങള്? അവരെക്കാളും സാമ്പത്തിക ശേഷി കുറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ കൊച്ചിനെ അവിടേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അവരോട് കടപിടിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾ കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ കുഴപ്പമുണ്ട്. നിങ്ങളുടെ കുട്ടി ഈ വീട്ടിൽ ചെല്ലുമ്പോ അവരെ വീട്ടുകാരിട്ട് കുത്തും, കുട്ടിയെ കൊണ്ട് പാത്രം കഴുകിക്കും, വീട് അടുപ്പിക്കും, പിന്നെ അടുത്ത വീട്ടിലുള്ള പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവന്ന് കഴിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ എന്തൊക്കെ പണിയുണ്ടോ ആ വീട്ടിൽ അത് മുഴുവൻ അവളെ കൊണ്ട് ചെയ്യിക്കും, ഇട്ട് ദ്രോഹിച്ചു കൊണ്ടേയിരിക്കും. ആ കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കടുകை ചെയ്തെന്ന് വരും, ചിലപ്പോൾ കെട്ടി തൂങ്ങി ചാവുക, അല്ലെങ്കിൽ വണ്ടിക്ക് തലവയ്ക്ക് എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ മോൾക്ക് ഇങ്ങനെ വരുന്നല്ല ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇത് എന്തെങ്കിലും ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ അത് നമുക്ക് നോക്കാം, അത് നോക്കാം. ഇതിപ്പോ ഈ പറഞ്ഞതിൽ എല്ലാതൊന്നും നമുക്ക് വേണ്ടി വരില്ല. ആ, ഈ മറ്റേ ഉടുപ്പിട്ട കുട്ടികളും പെൺകുട്ടികളും അതൊന്നും വേണ്ട. വേണ്ട. സാധാരണ പുറത്തുനിന്ന് ഇറക്കുക ചെയ്യാം, ഹോളിവുഡിൽ നിന്ന്. അത് വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വിളിക്കാം, നല്ല കുട്ടികളുണ്ട്. ഞാൻ ഈ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ ഞാൻ പറയാം, എന്റെ കയ്യിലുള്ളതുകൊണ്ടുള്ള കല്യാണം ഞാൻ ഒരു 1000-600 പേർക്ക് ഭക്ഷണം പിന്നെ അതന്നെ പറയണത്. അതാ ഞാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ ലക്ഷങ്ങളുടെ കണക്കൊന്നും എനിക്ക് അതൊന്നും വലിയ ഞാനിപ്പോ ലാസ്റ്റിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോയിന്റ് ആണത്. ഞാൻ ഇന്നലെ വിളിച്ച് പറയും കേട്ടോളെ, കാരണം ഡേറ്റ് വേറെ ആളുകൾ ബുക്ക് ചെയ്യണ്ടേ. ഓ ആയിക്കോട്ടെ, ശരി. അയ്യോ ആകെ കൊലച്ച്. ചേട്ടാ എന്താ നിങ്ങൾ കാട്ടണേ? നിങ്ങളുടെ ആരാവാൻ പോണ കുട്ടിയായത്? ഞാൻ ഭാര്യയാക്കാൻ പോണ അല്ലേ? മഴ ആകെ പെയ്ത് നിങ്ങൾ മാറി നിൽക്കും, ഞാൻ കാണിച്ചു തരുന്നില്ല. അതുപോലെ ചെയ്യും നിങ്ങൾ വേഗം. അതെ, കരിമീൻ കുരുവി എന്നുള്ള പാട്ടാണ് നമ്മൾ ഇവിടെ ഇടാൻ പോണത് കേട്ടോളേ. അപ്പൊ അതിന്റെ ആ ഒരു ഫീലിരിക്കണം. ചെയ്യുന്ന നോക്ക്. ഞാൻ ചെയ്തോളാം. അങ്ങനെ നോക്കി ചെയ്യേ, ഇല്ലാണ്ട് എന്താ നിങ്ങൾ കാട്ടുന്നത്? എനിക്ക് അതെ, ഈ വയറക്കുള്ളിലേക്ക് തള്ളി പിടിക്കാൻ വിഷ്വല് കണ്ട ഭയങ്കര ബോറുണ്ട്. ആക്ഷൻ. മതി മതി മതി. ഓക്കെ, കട്ട്. റെഡി, എടുക്കാം. ആക്ഷൻ. എന്താണ് കുന്തം. നിങ്ങൾ നടന്നു വരും, രണ്ടുപേരും കൂടെ ചേർത്ത് പിടിച്ചിട്ടേ. എടാ നനഞ്ഞ എനിക്ക് പണി വരും. കല്യാണത്തിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അവന്റെ മോത്ത കുറ്റി നോക്കണ കുറുക്ക വേണ്ട. നിങ്ങൾ നടന്നു വരികേട്ടാ. എന്താ എങ്ങനെ നടക്കണം? ആ കായലോട് ചേർന്ന് ഇങ്ങോട്ട് വരേ. താഴെ പോവോ? താഴെ പോണം. പോട്ട് നോക്ക്, എന്റെ നടത്തം നോക്ക്. എന്താ മോന്തേണ കടുതൽ കുത്തിയ മാതിരിയാണ്. ഇതിപ്പോ എന്റെ പേര് പോണ പോലെ ഉണ്ടാവും. ഓക്കെ പോലെ നിങ്ങളുടെ തലക്കകത്ത് എന്താണ് ഏട്ടാ? അയ്യോ, നിങ്ങളുടെ ഭാര്യ ആവുമ്പോൾ കുട്ടിയല്ലേ? അപ്പൊ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ചിരിച്ചിട്ടൊക്കെ നടന്നു വരണ്ടേ? ഇരുട്ടി തുടങ്ങി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പൊ എടുത്താ ഒന്നും പതിയില്ല. നമുക്ക് നാളെ വെളുപ്പിന് 5 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. നാളെ എന്തൊക്കെ എടുക്കണേ? നാളെ ഒരുപാട് സീക്വൻസുകൾ ഉണ്ട്. എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലേ ഒന്നും പറ്റില്ല. അതാണ് മിസ്റ്റർ മന്മഥൻ, നിങ്ങളുടെ സെലക്ഷൻ ഓക്കെ. താങ്ക് യു ഏട്ടാ. പക്ഷെ മോളുടെ കാര്യം കേട്ടപ്പോക. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. വള്ളത്തിൽ പോകുന്നതിന്റെ സാധനം
അവനെ വെച്ചിട്ട് ഇതൊന്നും നടക്കില്ല, അതല്ലേ. നീ അവന്റെ മുഖം നോക്കിയില്ലേ? ചിരിക്കാൻ പറഞ്ഞപ്പോ വരുന്നില്ല. ഒന്നും വരുന്നില്ല. നമുക്ക് ആ പെൺകുട്ടിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാം. ആ പെൺകുട്ടിനെ മാത്രമേ ക്ലോസ് ഒക്കെ വെച്ച് അതാ നല്ലത്, അതാ. എടുക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തൂടെ? ഇല്ല, ഇനി ഇപ്പൊ എടുക്കാൻ പറ്റില്ല. രാവിലെ ആ, എന്താ വെച്ച് കഴിഞ്ഞാല് രാവിലെ ഈ വേറൊരു കാര്യമുണ്ട്. ഒന്നാമത് നിങ്ങൾ കാണിക്കുന്ന ഇമോഷൻസ് ഒന്നും കൃത്യമായിട്ട് വരുന്നില്ല. പിന്നെ വെളിച്ചം കൂടി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾ എന്നല്ലേ പറയുക? ഇതില് മീൻ പിടിക്കുന്ന ഒരു ഇത് എടുത്താലോ ഏട്ടാ? ഏതില്? ഇതില് ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഇത് വലക്കണത് കാരണം നിങ്ങൾക്ക് നടന്നു വരാൻ വയ്യ. നിങ്ങളാണ് മീൻ പിടിക്കുന്നത്. വള്ളം തുഴയണതൊക്കെ എടുക്കായിരുന്നു. അതൊക്കെ അതൊക്കെ എടുക്കാം, അത് നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ ഞങ്ങൾ എന്താ വെച്ചാല്, അല്ല കുഴപ്പമില്ല, നിങ്ങളുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് ആ കുട്ടിയുടെ എടുക്കാം, അതാ നല്ലത്. എന്നെ വരില്ലേ? അല്ല, ഫ്രെയിം നന്നാവണ്ടേ? ഫ്രെയിം കൂടി നന്നാവണല്ലോ കേട്ടോളെ. അപ്പൊ ശരി, എന്റെ ഡൂപ്പ് ഇടാൻ പറ്റുമോ? ധൂപ്പൊന്നും വേണ്ട, ആക്കെ നിങ്ങൾ തന്നെ ചെയ്യും, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോളെ. സമയം എത്രയും നോക്കിയോ? 12 മണിക്ക് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ 1:30 മണിക്ക് അവരിറങ്ങി. ഇനി അവരിവിടെ വന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് ടൗൺ ഹാളിൽ എത്തുമ്പോഴേക്ക് സമയം എത്രയാവും? സമയം എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ് തെറ്റിച്ചേക്കല്ല. അതെങ്ങനെ തെറ്റിക്കുക? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഞാൻ മുടക്കിന്ന്. ഈ പഞ്ചായത്തിൽ തന്നെ ഈ കല്യാണം കണ്ട ജനങ്ങൾ ഇങ്ങനെ എന്നും സംസാരിച്ചോണ്ടിരിക്കണം, ഞെട്ടണം, വെറൈറ്റി ആയിരിക്കണം കല്യാണം. അതെ. പിന്നെ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് പെണ്ണിനും ചെക്കനും എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യണം. അത് വെറൈറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മലപ്പുറത്ത് ഇവന്റ് നടത്തി. അവിടെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാല്, സ്റ്റേജിൽ ചെക്കനും പെണ്ണ് ഇരിക്കുന്ന സമയത്ത് ചെക്കന്റെ സുഹൃത്തുക്കളുടെ അടുപ്പിൽ കോഴിമുട്ട കൈ കൊടുക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കുക, ഓരോരുത്തരും ഓരോന്ന് തലയിൽ വെച്ച് അടിക്കുക കോഴിമുട്ട. വളരെ നല്ല വെറൈറ്റി. അത് കണ്ടിട്ട് ആൾക്കാർ ചിരിക്കും. അത് ശരി, ഒരു വെറൈറ്റി ഇല്ല. അതല്ല സാധാരണ ഔട്ട് ഓഫ് ഫാഷൻ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മുട്ടക്ക് പകരം തേങ്ങ ചെക്കനെ തലക്കടിച്ചു പൊട്ടിക്കാം. എന്ത് തേങ്ങയുടെ ചെക്കന്റെ തല പൊട്ടിയ നീ സമാനം പറയും? അതൊന്നും പറ്റില്ല. വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വേറൊരു ഐഡിയ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ചെക്കന്റെ പെണ്ണിന്റെ മീറ്ററത്തേക്ക് മൊത്ത കരിയോരി തവാ. ഞാൻ എന്റെ ആയിരങ്ങൾ വില പിടിക്കുന്ന ഡ്രസ്സാണ് ചെക്കട്ടേക്കണ, അത് നാശാവില്ലേ? എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? ഓ, നിങ്ങൾ ആരും തല പുകയണ്ട. ഇതുവരെ ആരും കാണാത്തൊരു വെറൈറ്റി വേണമെന്നല്ലേ ഉള്ളൂ. അതെന്താ വേണ്ടെന്ന് അവിടെ ചെന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഇവിടെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി. ഇവിടുന്ന് ഇനി ഈ വണ്ടിയിലല്ല, വേറെ പരിപാടി. മോള് കിടന്നു ചേർന്ന് എന്തിനാ ഞങ്ങൾ ഇവിടെ ഇറക്കിയ? എടാ, ഇനി നമ്മൾ പോണത് ഈ കാറിലൊന്നല്ല. ഇനി പെണ്ണും ചെക്കനും പോകുന്നത് ബെൻസിലാണ്. സത്യം? ആടാ, സമ്മതിച്ചു അമ്മാവനെ. എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എവിടെ അപ്പൻ്റെ അടുത്തൊരു കാറ് വെച്ചിട്ട് തന്നില്ല. നമ്മളിനി പോണത് ബെൻസിലാണടി. ഇതാരാ അറേഞ്ച് ചെയ്തേക്കണേ? ഇവരാണാ? സമ്മതിച്ചിട്ടാ. നിങ്ങൾ ഈവന്റ് കലക്ക്. ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നു. നമ്മൾ എത്രയോ ചെയ്തതാണല്ലേ. ഇത് കേറിയിരിക്കണ പറഞ്ഞ പോലെ ബെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ കേറിയിരിക്കണ റെഡി, ബാൻഡ് സ്റ്റാർട്ട്.
നാളത്തേക്ക് ഒരു പണി വന്നിട്ടുണ്ട്. എന്താ സാർ? നാളെ ഒരു മന്ത്രി വരുന്നുണ്ട്. നമ്മുടെ ബൈപ്പാസില് ഏതൊരു ആശുപത്രിയുടെ തറക്കല്ലിടലാണ്. അപ്പൊ 10 പോലീസുകാരെ വിട്ടുകൊടുക്കണം എന്നാണ് പ്രൊട്ടസ്റ്റ്. 10 പേര് ഇവിടെ ഉണ്ടാവില്ല സാർ. ഇവിടെ ഇപ്പൊ എത്ര ആളുണ്ട് ഡ്യൂട്ടിയിൽ? ഇവിടെ ഞാൻ കൂടാതെ സുദേവനും രമേശും അല്ലേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. 3 ആളേ ഉള്ളൂ. അപ്പൊ നാളെ 11 മണിയാകുമ്പോ നിങ്ങൾ 3 ആളോണ്ട് പോയിക്കോളി. ശരി സാർ. അപ്പൊ ഇവിടെ ഇപ്പൊ ആരുണ്ടാവൂടോ? സാറ് നേരത്തെ വന്നില്ലെങ്കിൽ ഇത് പൂട്ടിയിടേണ്ടി വരും. പോലീസ് സ്റ്റേഷൻ അത് വേണ്ട, ഞാൻ നേരത്തെ വന്നോളാം. ശരി സാർ. കേട്ടോ. വരാന്നാവോ? ഹലോ പോലീസ് സ്റ്റേഷൻ. SI മൊയ്തു വേണം. ആരാണ്? എന്താ കാര്യം പറയ്. ബ്ലോക്കോ? കല്യാണോ? കല്യാണം വരുന്നതിന് പേരിൽ റോഡ് ബ്ലോക്കായി. എവിടെയത്? 1 മണിക്കൂറായിക്കോട്ടെ. വരുന്നെങ്കിലും ഞാൻ ആളെ വിടാം. ആരോട് ചോദിച്ചിട്ടാണ് റോഡിൽ കിടന്ന് തോന്നിയ ആളുകൾക്ക് വഴി നടക്കുന്ന റോഡിലാണ് എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്താ എന്താ നിങ്ങളുടെ ചക്കന്റെ അമ്മാവനെ സാറേ അവരെ കൊണ്ടുവന്നിട്ടാ. അവരെ ഒരു വരണൊക്കെ ഇങ്ങനെ നീങ്ങ. ആദ്യമായിട്ടായിരിക്കും വരണും വധുവും കല്യാണം കഴിഞ്ഞിട്ട് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലേ? ആ കണ്ണട കൊള്ളോ. ഇവിടെ വെയിലുണ്ടോ? കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടാണ് വരാൻ. വെച്ച ആളുണ്ടല്ല, കണ്ണട വെച്ച ആള് റോട്ടില് പടക്കം വെച്ച് പൊട്ടിക്കായിരുന്നു. പടക്കം പൊട്ടിക്കും? ഗുണ്ട് വെച്ച് പൊട്ടിക്കായിരുന്നു റോട്ടില്. ആരാ മറ്റേ? അമ്മാമൻ. ഓ അമ്മാവനാണ്. നടു റോട്ടിൽ വെച്ച് ഗുണ്ട് പൊട്ടിക്കും. ഇന്നെന്താ വിഷു അങ്ങക്ക്? ഞാൻ ഗുണ്ട് പൊട്ടിച്ചല്ല, ഈ പൂത്തിരിയില്ലേ, പൂത്തിരി കത്തിച്ച്. അത് പകല് നല്ല രസം ഉണ്ടാവുമല്ലോ കാണാൻ അല്ലേ? നിങ്ങളാരാ അവരെ? നിങ്ങളാരാ? ഞാനാണ് ഈ കല്യാണം നടത്തി കൊടുത്താള് സാറേ. കുട്ടീന്റെ അച്ഛനാണോ? കുട്ടിയുടെ അച്ഛനല്ല, ഇവരെ കല്യാണം നടത്തിയത് ഞാനാണ്. ഞാൻ ഈ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനം നടത്തുന്ന ആളാണ്. സാറേ ഈ മര്യാദ ഒന്നും ഇവനുണ്ടായില്ല. കുടിച്ച് കൂത്താടായിരുന്നു റോട്ടില്. എന്താ പറയട്, കുടിച്ചിട്ടൊന്നുമില്ല സാറേ ഞാന്. അല്ല ഇപ്പൊ ഈ ഇവന്റ് മാനേജ്മെന്റുകാരാണല്ലോ കമ്പനിയിൽ കല്യാണമൊക്കെ നടത്തി കൊടുക്കണേ. ഇവർക്ക് വേണ്ട ഈ പടക്കവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് നിങ്ങൾ വയ്ക്കും. അല്ല സാറേ, അത് ഞാനല്ല. ഞാൻ പടക്കം പൊട്ടിക്കാൻ നിൽക്കുമ്പോഴേ ഈ സാറിന്റെ അടുത്ത് പറഞ്ഞതാണ്, നട റൂട്ടിലിട്ട് പടക്കം പൊട്ടിക്കാൻ പാടില്ല. ഇനി പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇൻസ്പെക്ടർ അടുത്ത് ചോദിച്ചിട്ട് പെർമിഷൻ കിട്ടണമെങ്കിൽ മാത്രം മതി. ചോദിച്ചാൽ സാർ സമ്മതിക്കും, തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് പറഞ്ഞു. സാർ പറഞ്ഞു എന്ത് ഇൻസ്പെക്ടർ പോട്ടെ, നിങ്ങൾ ആദ്യം പൊട്ടിക്കുകയും പറഞ്ഞു. അങ്ങനെ അങ്ങനെയല്ല പറഞ്ഞു. ഇവർക്ക് ഇത്രയും പരിചയം ഉണ്ടെങ്കിൽ എന്നോട് ആദ്യം കൂട്ടി പറയായിരുന്നു സ്റ്റേഷനിൽ അതിന്റെ അനുമതി മേടിക്കണമെന്ന്. എന്നാ ഞാൻ സാറിനെ വന്ന് കണ്ട് ആരും അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ തന്നേനെ. എന്ത് എന്താ ഉദ്ദേശിച്ചത്? അല്ലെ കാര്യം നടക്കാൻ എല്ലാവരും ഇങ്ങനെ തരുമല്ലോ. അങ്ങനെ മേടിക്കുന്ന ആളല്ല SI മൊയ്തു. സോറി സാർ, ഇല്ല. ഓരോ തോന്നിയാസങ്ങൾ ഉണ്ടാക്കി വെച്ച് ഇവിടെ വന്ന് ന്യായീകരിക്കാൻ നിൽക്കണ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ഇയാളാണ്. ഒരു അമ്മാവനാണ് അല്ലേ? പ്രായത്തിൽ ഇവരെ കണക്ക് മൂത്ത ഒരാളാ. മാനമര്യാദയ്ക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന ആളാണ്. അങ്ങനെ നിങ്ങളാണ് ഈ കുട്ടികളി കളിക്കുന്നത്. അല്ല ഈ കാലം മാറുമ്പോ നമ്മൾ കാലം മാറുമ്പോ നിങ്ങൾ തുള്ളണ്ട, ചെറുപ്പക്കാർ തുള്ളിക്കോളും.
ഇവനാരാ? ഇവനാണ് സാറേ കല്യാണം ചെക്കൻ. ഇവനാണ് ഇവിടെ കല്യാണം കഴിച്ചത്. അതല്ലടോ, ആ പുറകിൽ നിൽക്കുന്ന ചങ്ങായി ഏതാണ്? അവനാ സാറേ, അവനൊരു വണ്ടിയിൽ ഫുള്ള് കൊണ്ടുവന്ന് വെച്ചിട്ടേ ഫുള്ളണവർക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കാണ്. ഓ, മൊബൈൽ സർവീസ്. ഇല്ല സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ട. ഞാൻ ഈ കല്യാണം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിന്റെ ഒരു ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്തു. കല്യാണം കൊഴിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും മദ്യം ഒഴിച്ചു കൊടുത്തോ? ഇല്ല സാറേ, ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്ത, ബുദ്ധി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത. നല്ല ആർക്ക് പറഞ്ഞു കൊടുത്ത്? അമ്മാവന്, സൂതമ്മാവന്. എല്ലാത്തിന്റെ സൂത്രധാരൻ അമ്മാവനാണ് അല്ലേ? എന്നിട്ട് തലം കാത്തി നിൽക്കണം. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞാലേ പവിത്രമായ ഒരു കാര്യം. മേടം, ഇടവം, മിഥുനം. മേടം, ഇടവം, മിഥുനം. മിഥുനക്കൂറ് 2-ാം പാതി. ഓഡീഷൻ നടക്കുന്നത് ഇവിടെയാണോ? ആ, ഇവിടെയാണ്. പക്ഷെ ആരും വന്നില്ല. നിങ്ങള് ഇതിന്റെ ആളാണോ? അല്ല, ഞാൻ അഭിനയിക്കാൻ വേണ്ടി വന്നോ? അവിടെ ഇരിക്കണ്ട, വീഴും വീഴും. ഇങ്ങോട്ടിരുന്നോ. കയ്യ വയ്ക്കാൻ സമ്മതിക്കും. എല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ സെലക്ട് ചെയ്തിട്ടിരിക്കുക. നിന്നോട് ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങണം, വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ട് നിന്നോണം സമയത്ത് ഇറങ്ങണ്ട. അതെ, ഓഡിഷൻ കഴിഞ്ഞോ? അറിയില്ല. അറിയോ? ഇല്ല, ആരും വന്നില്ല ഇവിടെ. ആ, ഓ, സമാധാനമായി. ചേട്ടനൊക്കെ ഓഡിഷൻ വന്നതാ ആണോ? ചേട്ടനും അല്ലേ? ഞങ്ങളെ ഇന്നലെ ഒരു വർക്ക് കഴിഞ്ഞിട്ട് വന്ന കാരണം കുറച്ച് ലേറ്റായി. സീരിയലിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. കണ്ടിട്ടില്ലേ? ഞങ്ങളെ കണ്ടിട്ടില്ല. അറിയോ മന്മഥൻ മൈനാഗപ്പള്ളി? അതാരാ? ഞാൻ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല 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 ഇല്ല. സീരിയലൊന്നും കാണാറില്ല? സീരിയലൊന്നും കാണാറില്ല. സിനിമയൊന്നും കാണില്ല. ഓ ശരി. ഞാന് നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 150ഓളം നാടകങ്ങളിലായിട്ട് 1500-ൽ പരം സ്റ്റേജുകളിൽ അഭിനയിച്ചിട്ടുള്ള നടനാണ് ഞാൻ. പിന്നെ അങ്ങനെ അത് വന്നു, പിന്നെ സീരിയലായി. ഇപ്പോ ഏതാണ്ടൊരു 328 സീരിയലുകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. 50ഓളം സിനിമകളിലും അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ സീരിയൽ ചെയ്യുന്നില്ല, ഇനിയിപ്പോ സിനിമയിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവിടെ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ അത് ചെയ്ത് നമുക്ക് ഇതാക്കാമല്ലോ. ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഹണിയുടെ കൂടെ. ഇപ്പൊ മുന്തിരിവള്ളികളുണ്ട്. മുന്തിരിവള്ളികൾ അത് കണ്ടിരുന്ന? എന്താ മുന്തിരിവള്ളി? മുന്തിരിവള്ളികൾ സിനിമ ചേട്ടനറിയില്ല? മുന്തിരിവള്ളി കണ്ടിട്ടുണ്ട്, കറുത്തത്. അതല്ല, നമ്മുടെ ലാലേട്ടന്റെ. ഇത് ആരാ ഈ വെളുത്ത വിദ്വാൻ? ഇതോ? ഓ, നല്ല കലയുള്ള ആളാ. ആരാ? മോഹൻലാലിനെ അറിയില്ല. എനിക്ക് ഈ വക ആളുകളെ ആരെയും അറിയില്ല. അപ്പൊ സിനിമ കണ്ടിട്ടില്ലേ? സിനിമ ഒന്നും കണ്ടിട്ടില്ല. സിനിമയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? സിനിമയെ കുറിച്ച് എന്താ അറിയാം? ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അഭിനയിക്കാൻ എങ്ങനെ? സത്യം പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അഭിനയമാണ്. ഇപ്പോ ഉദാഹരണത്തിന് കുട്ടിയുടെ ആരത്? എന്റെ ഹസ്സാണ്. ആ, ഭാര്യയും ഭർത്താവുമാണ്. കുട്ടിയുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, ഞാനൊരു നല്ല ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ മനസ്സ് പറയൂ. ഇയാളുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ നല്ല ഭർത്താവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാതെ മനസ്സ് പറയും. അങ്ങനൊന്നുമില്ല, ഞങ്ങൾ നന്നായിട്ട് തന്നെ ജീവിക്കണം. അതെ, അതങ്ങനെയൊക്കെ പറയാം, അഭിനയിക്കാം നമുക്ക്. ഇപ്പൊ കുട്ടി പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണോ ഈ വിദ്വാന്റെ കൂടെ താമസിക്കുന്നത്? ഒരിക്കലും അല്ല. നോക്കൂ, താൻ തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത് പൂർണ്ണ തൃപ്തിയോട് കൂടിയിട്ടാണോ? അല്ല. ഇതൊക്കെ ആണെന്ന് നമ്മൾ അഭിനയിക്കുന്നതല്ലേ, സത്യത്തിലല്ല. അതാണ് അഭിനയവും ജീവിതവും തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? ഇനിയിപ്പോ വേറൊരു കാര്യത്തെ പറ്റി പറയാം. മാറിയിരിക്കും അങ്ങോട്ട്. അവിടെ ഇരുന്നാലേ ചിലപ്പോ തകരും. എന്ത്? കുടുംബം. കാണിക്കാൻ പറഞ്ഞ ഇത് ചെയ്യും. പ്രാക്ടീസ് ചെയ്തില്ലല്ലോ. നമ്മളെ റെസിഡൻസിന് അന്ന് കളിച്ചില്ലേ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വേണ്ട. എന്താ കുട്ടിയുടെ പേര്?
മണ്ടോദരി. മണ്ടോദരിയോ? ഓ, എന്താ പേര്! മണ്ടോദരി എന്ന് പറഞ്ഞ ആരാ? രാവണന്റെ പത്നി. പുരാണത്തിലെ ഇത്ര ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പേര് ആരാ കുട്ടിക്കിട്ടത്? ഞാൻ കുറെ കാലം ഉണ്ടായില്ല, ഒരു 16 വർഷം ഹിമാലയത്തിലായിരുന്നു. എന്താ അവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ആകെ അങ്ങോട്ട് നരച്ച് മുഷിഞ്ഞ് അങ്ങോട്ട് മടുത്തു. ഇവിടെ ബാക്കിയുള്ളവരെ മടുപ്പിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു പമ്പിലേക്ക്. ഏത് പമ്പിൽ? പമ്പല്ല, പമ്പ. പമ്പയുടെ കരയില് ഒരു പർണാശ്രമം കിട്ടിയിട്ട് അവിടെ ഈ താമസം. ഓ എന്റെ ദൈവം, ഒരു മലവെള്ളം വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്താ പർണാശ്രമം എന്ന് പറഞ്ഞാ? ആശ്രമം തന്നെ. ഒരു 10-27 ശിഷ്യന്മാരുണ്ടായി. ഇപ്പൊ ഒരൊറ്റ ശിഷ്യന്മാരുമില്ല. ഇപ്പൊ അഭിനയിക്കാൻ ഇത്ര മെനക്കെട്ട് ഇവിടെ വരേണ്ട കാര്യം? അല്ല, അതിപ്പോ എനിക്ക് ഈ സന്യാസം എടുത്തു. ഇനിയിപ്പോ ഒരു വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ സിനിമയിൽ വന്ന് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് ഒരു വിവാഹം കൂടെ കഴിക്കണം. ഞങ്ങളൊക്കെ ഇരിക്കാനല്ലോ. ഇരിക്കന്നെ. അവിടെ അല്ല, നേരെ അങ്ങോട്ട് ബാക്കിലേക്ക് പോയിക്കോളൂ. ഞങ്ങളൊക്കെ ആദ്യം വന്ന ആൾക്കാരാ. സുഹൃത്തെ, ഇത് ഈ സിനിമയുടെ സംവിധായകനാണ് ശീതളൻ. ആര്? ഇതിന്റെ എല്ലാം സംവിധായകൻ, എന്റെ മെയിൻ ആളാ നടത്തിപ്പ്. അപ്പോ ഇത് നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് മൊയ്തു പടിപ്പുറത്തോ. അങ്ങ് പാരീസിലെ ലൂമിയർ സഹോദരന്മാർ കൊളുത്തിവിട്ട ആ തീജ്വാല ലോകമെങ്ങും ആളിപ്പടരുമ്പോൾ അതിന്റെ ഭാഗമാകാൻ വേണ്ടി വന്ന നിങ്ങൾക്കേവർക്കും ഡോങ്കി പ്രൊഡക്ഷൻസിലേക്ക് ഹാർദവമായ സ്വാഗതം. അതെ, എവിടെ കത്തിപ്പിടിച്ചു എന്നാ പറഞ്ഞു? പാരീസിലെ ഒരു ഹോട്ടൽ മുഴുവനായിട്ട് കത്തിപ്പിടിച്ചു. മൂപ്പര ഹോട്ടലുണ്ടായോ? മൂപ്പരയിലുണ്ടായോ? ഇല്ല, മൂപ്പരുടെ ഒരു ഏട്ടൻ, മൂത്ത ഏട്ടനാ, ലൂമിയർ സഹോദരൻ. മലയാളത്തില് എന്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഇത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാർ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഹോളിവുഡിലാണ്. അപ്പൊ ഈ അഭിനയ രംഗത്ത് തന്നെ ഒട്ടനവധി കലാകാരന്മാര്, ഒരുപാട് പ്രതിഭകള് നമുക്കുണ്ട്. അപ്പൊ ഈ മേഖലയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ആദ്യം ഉറപ്പിക്കണം. അപ്പൊ ഇത്തരം ഒഡീഷനിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് അതിലൊരു വിജയം കൈവരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിനുള്ള ഒരു ആദ്യ പടിയായിട്ട് ഈ ഓഡീഷൻ നിങ്ങൾ കാണണം. അതിനു മുൻപ് ഇവിടെ അഡ്മിഷൻ ഫീ 1000 rupees ഇവിടെ അഡ്മിഷൻ ഫീ അടയ്ക്കുക. അതിനുശേഷം നിങ്ങളെ വിളിക്കുന്നവര് അതിനനുസരിച്ച് നിങ്ങളെ ഓഡീഷനിൽ പങ്കെടുക്കുക. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും വേണല്ലോ അല്ലേ? എന്തോ? അല്ല, എല്ലാ പ്രായത്തിലുള്ള എല്ലാവരും താങ്കൾക്കൊക്കെ അവസരം ഉണ്ടായിരിക്കും. പേഴ്സണലായിട്ടൊരു കാര്യം, എന്താ പറഞ്ഞത്? ഞങ്ങള് ഭാര്യയും ഭർത്താവ് രണ്ടുപേരുണ്ടേ. ഈ 1000 എന്നുള്ള എന്തെങ്കിലും കുറച്ച് തരാൻ പറ്റുമോ? അല്ല, 2 പേരാണെങ്കിൽ 2000 വരും. മക്കളെ കൊണ്ടുവരാതെ ഇരുന്ന് നന്നായി. അപ്പൊ ആ കാശ് വേണ്ടല്ലോ. അപ്പൊ കാണാം എല്ലാവരോടും. ഇവിടെ പോ. ഞാൻ പൊക്കോളാം. അല്ല, വരൂ, വന്നോളൂ. പൊയ്ക്കോളൂ, ഞാൻ പൊയ്ക്കോളാം. നമസ്കാരം. എന്താ പേര്? പേര് സത്യാനന്ദ സമാധാന സ്വാമികൾ. അപ്പോ നമ്മളിപ്പോ ഒഡീഷൻ ആരംഭിക്കുകയാണ്. 1000 രൂപ അടച്ചു. 1000 രൂപ അടച്ചു. അത് അടച്ചതിന് ശേഷം ഇങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഇതിനു മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. നാടകത്തില് അഭിനയിച്ചിട്ടില്ല. പിന്നെ എവിടെയാ അഭിനയിച്ചത്? ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പല പല വേഷമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിക്കാം. നിങ്ങളിത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അഭിനയിക്കാലോ. നല്ല ഏതെങ്കിലും ഒരു വേഷം തന്നാ മതി. ഈ രൂപത്തിന് പറ്റിയത് അല്ല, രൂപത്തിന് പറ്റിയ വേഷമൊക്കെ തരാം. നിങ്ങൾക്ക് ഒരു ഡയലോഗ് തരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് തരുമ്പോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ? പറ്റും ഞാനല്ലേ പറയുന്നത്. വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കാണിക്കണം. അത് കാണിക്കൂ. അതിപ്പോ കാണിക്കാൻ പറ്റില്ല. എന്നാ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംഗതി കാണിക്കാം. ഞാൻ ഇതുവരെ അത് ആരെയും കാണിച്ചിട്ടില്ല. അങ്ങനത്തെ വേണ്ടത്. അങ്ങനെയുള്ള വെറൈറ്റി എന്താണ് ഇങ്ങോട്ട് പോരട്ടെ.
എന്നല്ലേ ഏ ഇത് കണ്ടോ? ആവുക കുടുംബ കണ്ടു കണ്ടു. ഇതന്നെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞത്. കാണിച്ചിട്ടെന്തായാലും അല്ല, ഇതിന് പറ്റിയൊരു വേഷം സാറ് തരണം. കാരണം ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഈ കുടുംബം മുറിക്കൂ. അതിന്റെ ഒരു ശബദ. അപ്പൊ നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ വിവരം അറിയിക്കാം. എങ്ങനെ അറിയിക്കും? ഫോൺ ചെയ്താ പോരെ? ഈ ഫോണില്ലല്ലോ. അഡ്രസ് ഉണ്ടോ? ഞാനിപ്പോ പമ്പയിലാണേ. ഓ, പമ്പയുടെ ഓരത്ത് ഒരു പർണശാല കെട്ടിയിട്ട് അവിടെയാണ് താമസം. അവിടുന്ന് ചിലപ്പോ എനിക്ക് പെട്ടെന്ന് ഹിമാലയത്തിലേക്ക് പോണ്ടി വരും. അപ്പൊ എങ്ങനെ അറിയും? അല്ല അപ്പൊ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അഭിനയിക്കാൻ തന്നെ. അപ്പൊ അതായത് ഇങ്ങനെ എന്തെങ്കിലും വേണം, ഫോണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കണം. ഇപ്പൊ പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമ്പോ വന്നോളൂ കേട്ടോ. അത് പോയില്ലേ? ഇപ്പൊ പോയിക്കോളൂ. ശരി. അപ്പൊ ശരി, എനിക്ക് വേഷം ഉണ്ട്. ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. ശരി ശരി, അങ്ങനെ ആവട്ടെ. വേറെ പ്രശ്നമുണ്ടോ? എന്തോ എക്സെൻട്രിക് ആണ് ആള് വിളിച്ചു. അടുത്ത ആളെ വിട്ടോളൂ കേട്ടോ. അവിടെ നിന്നോളൂ. ആ മാർക്കിൽ പേരെന്താ? എന്റെ പേര് മന്മഥൻ മൈനാക്കപ്പള്ളി എന്നാ. വൈഫിന്റെ പേര്? ശ്യാമള. എന്താ ഭയങ്കര ടെൻഷൻ? ഇല്ല സാർ, അവിടെ അഭിനയിക്കണതാണ് ടെൻഷന്റെ. ഇവിടെ ഇപ്പൊ എന്താ ഞങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്? ഞാന് പിന്നെ പോക്കണാങ്കോട് വില്ലേജിൽ വില്ലേജ് അസിസ്റ്റന്റ് ആണ്. ഓ, അപ്പൊ ഇപ്പൊ ഒരു 5 വർഷത്തേക്ക് ലീവ് എടുത്തേക്ക സിനിമയ്ക്ക് വേണ്ടിട്ട്. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഫാം ഹൗസും അങ്ങനെ കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ലീവ് എടുത്തിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രാമയിൽ അങ്ങനെ ചെയ്ത ഒരു വെറൈറ്റി സാധനമുണ്ട്, അതിന്റെ ഒരു പോർഷൻ ഞാൻ ചെയ്തു. मेरे जीवन साथी प्यार किए जाए जवानी दीवानी खूबसूरत सिद्धि पड़ोसम सत्यम शिवम सुंदरम सुंदर. നന്നായിട്ടുണ്ട് വളരെ നന്നായി. ഈ ഒരു വേറെ എങ്ങനെ ഇത് ഞാനത് ക്യാരക്ടറിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് ചെയ്തതാണ്. പിന്നെ സാറേ, ഞാന് ഒരുപാട് ഫിലിം ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിരുന്നു. ജോഷി സാറ്, സിബി സാറ്, കമൽ സാറ്, അങ്ങനെ ഒരുപാട് പേര് ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. എന്നിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോ എനിക്ക് അതിന്റെ ഒരു വാശിയായി, ഇത് എന്തെങ്കിലും സിനിമയിൽ നിങ്ങൾ രണ്ടുപേരും കൂടി എന്താ ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ട് ചെയ്യാം സാർ, പറഞ്ഞോളൂ. സബ്ജക്ട് പറഞ്ഞോളൂ. അതായത് നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, വൈഫ് ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, ഹസ് മാത്രമാണ് വീട്ടിലുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റൊരു യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കണ്ട നിങ്ങളുടെ ആ ഒരു വികാരം എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ളതും ഒന്ന് കാണിക്കും. അങ്ങനെ ചെയ്യൂല സാറേ, അങ്ങനെ ചെയ്യൂല. ഒറിജിനൽ അല്ല, സങ്കല്പിക്കാൻ പറയണ. എനിക്ക് സങ്കടം വരും. അയ്യോ, അല്ല കഥാപാത്രമാവോ? അങ്ങനെ പറയണ എന്തിനാ? അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മൾ ഇത് ആക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. നോക്കി പറയാം. ഞാനും കൂടെ അഭിനയിക്കാമല്ലോ അല്ലേ? ഞെട്ടല. പറഞ്ഞോളൂ. ആരാണവൾ? പറയൂ, ആരാണവൾ? ശ്യാമളേ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നീ എന്നോട് ക്ഷമിക്കും. അസലായിട്ട് ഗംഭീരം, അസല പെർഫോമൻസ്. താങ്ക് യു സാർ, നന്നായിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നമുക്ക് ഒരു സിറ്റിങ്ങിന് ഒന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ട്. ആയിക്കോട്ടെ സാർ, താങ്ക് യു. ശരി, അവിടെ ഇരുന്നോളൂ, വെയിറ്റ് ചെയ്തോളൂ. നമസ്കാരം. എന്താ പേര്? മണ്ടോദരി. മുൻപ് എന്തെങ്കിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ടിംഗ് സ്കൂളിൽ 2 വർഷം പഠിച്ചതാ. ഈ കഥകളി ഉണ്ടല്ലോ, കഥകളിയിലെ നവരസങ്ങളൊന്ന് ചെയ്യൂ. ചെയ്യാം. നവരസങ്ങളോ? കഥകളിയിലെ ചെയ്യട്ടെ. എന്നാ ചെയ്യൂ, നോട്ടെ.
പോയോ സാർ? ഇല്ല അല്ല ഏതൊക്കെയോ വിട്ടു. ഇല്ലല്ലോ ചെയ്തു. അപ്പൊ സാറിന് അറിയില്ലല്ലേ? അല്ല ശാന്തം ഞാൻ കാണിച്ചില്ലല്ലോ. ശാന്തം കാണിച്ചില്ല. അതെ നന്നായിരുന്നു, ഒരു അസല പെർഫോമൻസ്. ഞാൻ അതിൽ ഇൻവോൾവഡ് ആയിപ്പോയി. ശാന്തം കൂടി കാണാം. ശാന്തം കാണിക്കും. അല്ല ശാന്തം ഇപ്പൊ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ. സാറിന് ഇപ്പൊ ഏത് കാണിച്ചാലും ഒരുപോലെ അല്ലേ? നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെ സാർ, നമ്മുടെ നായകന്റെ പെങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് പോരാ. വളരെ പ്രധാനപ്പെട്ട വേഷം. വേറെ ഡയലോഗ് എന്തെങ്കിലും ചെയ്യണോ? ഇനിയൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ വിളിക്കോ? ഫോൺ നമ്പർ കൊടുത്തു പോയിക്കോളൂ കേട്ടോ. എന്തിനായിരിക്കും ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? നമ്മള് ഏതാണ്ട് സെലക്ട് ചെയ്ത മട്ടാണ്. മന്മൂൻ എന്തായാലും അഭിനയിപ്പിക്കായിരിക്കും. ഞാൻ അത്ര ശരിയായില്ല. നീ പിന്നെ വീട്ടിൽ പൊളിച്ചടിക്കുന്ന ഒരു നാണമാനം ഇല്ലാതെ അഭിനയിക്കണല്ലേ, പിന്നെ എന്താ അവരെ മുമ്പിൽ എന്താന്നാ എനിക്ക് ആകെ ഒരു വിറയല് വന്നു. ഒന്നും പറയണ്ട, ഭയങ്കര തിരക്കായി പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അത്രയും ആളുകൾ, ഒരുപാട് ആളുകൾ വന്നു ഓഡീഷൻ. പക്ഷെ ഒന്നും ഒരു കൃത്യമായിട്ടുള്ളൊരു ആക്ടേഴ്സ് അല്ല. എനിക്ക് ആകെ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ആകെ ഒരു ആശ്വാസം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. താങ്കൾ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അപ്പോ ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിന്റെ ഒരു കാര്യം, ഈ എന്റെ പടത്തിലെ നായകനാരെന്നറിയോ? ഇല്ല സാർ. വട്ടവള ജയകുമാറാണ്. സൂപ്പർ സ്റ്റാർ ജയകുമാർ സാർ. ഞങ്ങൾ കാണാറുണ്ട്. ഞാനത് പുറത്ത് നമ്മളെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴേ, ഇംഗ്ലീഷ് മൂവി, ഹിന്ദി, തമിഴൊക്കെ ചെയ്യുമ്പോൾ പുള്ളി എപ്പോഴും ആവശ്യപ്പെടും, എനിക്ക് ഇംഗ്ലീഷ് മൂവി ഒന്ന് ചെയ്താൽ കൊള്ളാന്നൊരു താല്പര്യം പറയാറുണ്ട്. മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണെങ്കിൽ അതിലെ ഈ ജയകുമാർ സാറിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു അനിയൻ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ കുറച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. ഒരു 10 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പുള്ളിക്ക് ഒരു താല്പര്യം ആ ക്യാരക്ടർ ചെയ്യണം. പക്ഷെ എനിക്കാണെങ്കിൽ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഉണ്ടായിട്ടില്ല. പുള്ളി അത്ര വലിയൊരു പെർഫോമർ ഒന്നുമല്ല. പിന്നെ പകരം ആള് കാണാൻ ഇത്തിരി ഗ്ലാമറൊക്കെയാണ്. അപ്പൊ അതേപോലത്തെ ഒരാള് വേണം താനും. എനിക്ക് നോക്കിയിട്ട് ഒരാളെ കാണുന്നില്ല. ഇന്നാണ് ഈ ഓഡിഷൻ കഴിഞ്ഞപ്പോഴാണ്, നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായി. ആക്സിഡന്റ്, അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യാൻ. ഇത് ഈ ഒരു ക്യാരക്ടർ നിങ്ങളെ പോലുള്ള ഒരാളാണ് ചെയ്യേണ്ടത്. എനിക്കങ്ങോട്ടെ പിന്നെ ആ ക്യാരക്ടറിന്റെ ഒരു വൈഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അത് വൈഫിനും ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാം. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും കൂടി കണ്ടപ്പോ ഓക്കെ, ഇനി ഒന്നും നോക്കണ്ട, അതാണ് ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അല്ല സാർ, ഇപ്പം മറ്റേ ആൾ നിൽക്കുകയല്ലേ ചെയ്യാനായിട്ട് ആള്. അതൊന്നും ഇനി നടക്കുന്ന കാര്യമല്ല. ആ പാർട്ടി എന്റെ സുഹൃത്തൊക്കെയാണ്. അദ്ദേഹം ഒരു 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതിപ്പോ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ഇതാണ് ഇപ്പൊ സാറിന്. അപ്പൊ ഈ കഥാപാത്രം എനിക്ക് തന്ന അയാൾ പൈസ ഇല്ല, അയാൾ മുടക്കില്ല. അയാൾ അങ്ങനെ ഇപ്പൊ അയാളെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോ പിന്നെ അയാളെ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവില്ല. ജയകുമാർ സാറിന്റെ കൂടെ ത്രൂ ഔട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഇത് നിങ്ങൾ ചെയ്താലേ ശരിയാവും. നെക്സ്റ്റ് മന്ത് തന്നെ സോങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ ലണ്ടനിൽ പോകേണ്ടി വരും. കുറച്ച് ഒരു 3-4 ദിവസം നിങ്ങൾ സ്റ്റേ ചെയ്താൽ മതി. ഇതിപ്പോ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ മുടക്കിയ ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പിന്നെ ഇതിങ്ങനെ പോകുമ്പോ പിന്നെ പകരം എന്ത് ചെയ്യുന്നുള്ള ഒരു ആലോചന ഇല്ലായില്ല. സാറേ, ഇപ്പൊ ഞങ്ങൾ ആരെങ്കിലും 10 ലക്ഷം രൂപ തന്നൂന്നിരിക്കട്ടെ, അപ്പൊ നമുക്കത് തിരിച്ച് കിട്ടോ? നല്ല കാര്യമായി. ഇത് എന്റെ പടം എന്ന് പറയുന്നത് തിയേറ്ററിലേക്ക് എത്തേണ്ട കാര്യമില്ല, അതിനു മുമ്പ് ബിസിനസ്സാണ്. അപ്പൊ നമ്മള് ഇത് പടം ഹിറ്റാണ്. നമ്മളിപ്പോ ഇത് ഈ പൈസയുടെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ ഇത് പറഞ്ഞത്. എന്താണെന്ന് വെച്ചല്ല, ഞാൻ ഒരാളെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക്, പക്ഷെ അല്ലാതെ പറ്റില്ല. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഞങ്ങൾ എവിടെ കൊണ്ടുവരണം? ഹോട്ടലിൽ കൊണ്ടുവരണം. ഹോട്ടലിൽ വേണം. ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് വന്നാലോ? വീട്ടിലേക്ക് പോയാലോ? ഞങ്ങളുടെ വീട്ടിലേക്ക്. പിന്നെന്താണ്? പിന്നെ ഒരു കാര്യം, സാറ് വരുന്ന അവരാരോട് പറയരുത്. സാറിന് ഇഷ്ടമല്ല. നന്ദി പറയണമെന്ന് അറിയില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ നിങ്ങളോടാണ് നന്ദി പറയുന്നത്. നിങ്ങളെ കണ്ടെത്തിയിൽ ദൈവത്തിനോട് നന്ദി പറയാണ് ഞാൻ. ഓൾ ദി ബെസ്റ്റ്.
അപ്പൊ കാണാം. സന്തോഷം. എന്തായാലും വരുന്നതിന് മുമ്പ് വിളിക്കാം. നമ്പർ ഉണ്ടല്ലോ.